ഗിന്നസ് റെക്കോർഡായി സംഘടിപ്പിച്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടി വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി നടൻ ഗിന്നസ് പക്രു. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഗിന്നസ് പക്രു ആവശ്യപ്പെട്ടു. ഗിന്നസ് റെക്കോർഡുകളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് പക്രു തുറന്നു പറഞ്ഞു. ഗിന്നസ് ബുക്കിൽ കയറിക്കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭമുണ്ടെന്നാണ് പലരുടെയും വിചാരം. ഇക്കാര്യം തന്നോട് പലരും ചോദിക്കാറുണ്ട്. ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് കൊണ്ട് സാമ്പത്തിക ലാഭമില്ല. കാര്യങ്ങൾ അറിയാവുന്ന പലരും തട്ടിപ്പിൽപ്പെടാറുണ്ട്. ഗിന്നസ് റെക്കോർഡിനായി പണം കൊടുത്ത പലരും ചതിക്കപ്പെടാറുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റായിരിക്കും പലർക്കും ലഭിക്കാറുള്ളത്. ഗിന്നസ് റെക്കോർഡ് നേടുക എളുപ്പമല്ല. റെക്കോർഡുകൾ ഒരു ക്രെഡിറ്റ് മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേക ഗുണമില്ല. റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ളത് ഒരു സർട്ടിഫിക്കറ്റായി കയ്യിൽ വെക്കാം എന്നത് മാത്രമാണ് റെക്കോർഡെന്നും ഗിന്നസ് പക്രു പറഞ്ഞു. ആൾക്കൂട്ടത്തിൻ്റെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതൽ വേണം. സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നത് നിർഭാഗ്യകരമാണ്. സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും ഗിന്നസ് പക്രു വ്യക്തമാക്കി. പണം ഞങ്ങൾ തരും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ കെട്ടിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ് തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്ന MLA കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിക്ക് പിന്നിൽ സാമ്പത്തിക ലാഭമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു സുരക്ഷയും ഉറപ്പാക്കാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുണ്ടാക്കിയത് കോടികളാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് 5100 രൂപ നൽകിയാണെന്ന് നർത്തകി വെളിപ്പെടുത്തി. രജിസ്ട്രേഷൻ ഫീസായി 3500 രൂപയും വസ്ത്രത്തിന് 1600 രൂപയും നൽകി. പട്ടുസാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണ്. ഇങ്ങനെ പല തട്ടിപ്പും നടന്നു. ഈ നർത്തകിക്ക് പുറമെ 8000 രൂപ വരെ കൊടുത്ത് പങ്കെടുത്തവരുമുണ്ട്. ജോയ് ആലുക്കാസ് ആയിരുന്നു പ്രധാന സ്പോൺസർ. കല്യാൺ സിൽക്സും പരസ്യം നൽകി. ഈ പരസ്യങ്ങളിലൂടെയും ലക്ഷങ്ങൾ സംഘാടകർക്ക് കിട്ടി. ജോയ് ആലുക്കാസ് വേദിയിലും ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് നർത്തകികളിൽ നിന്നും പണം പിരിച്ചത്. 5000 രൂപ വെച്ച് 12000 പേരിൽ നിന്നും പിരിച്ചാൽ സംഘാടകർക്ക് 6 കോടി കിട്ടും. എന്നാൽ ഇത് 8000 വരെ പിരിച്ചെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ റെക്കോർഡ് പ്രകടനത്തിലൂടെ സംഘാടകർ വൻ ലാഭം കൊയ്തുവെന്നതാണ് വസ്തുത. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.